അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു ഡെയിലി ഡിഷസ്. ഇന്ന് ഞാൻ നല്ലൊരു ബീഫ് റോസ്റ്റാണ് തയ്യാറാക്കുന്നത്. നല്ല എരിവും പുളിയൊക്കെ ആയിട്ട് നമുക്ക് എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റുള്ളൊരു ബീഫ് റോസ്റ്റ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. ഞാനിപ്പോൾ 1 കിലോ ബീഫ് വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്. അപ്പോൾ ബീഫ് നന്നായിട്ട് കഴുകി ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. എല്ലോട് കൂടിയുള്ള ബീഫാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ബീഫ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ബീഫ് വേഗം വെന്ത് കിട്ടാൻ വേണ്ടി ഞാനിപ്പോൾ ഒരു പ്രഷർ കുക്കറിലിട്ടിട്ടാണ് ഇത് വേവിക്കുന്നത്. പ്രഷർ കുക്കറിലാവുമ്പോൾ നമുക്കൊരു 6-7 വിസിൽ കൊണ്ട് തന്നെ ബീഫ് നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ കുക്കർ ചൂടാവാനായിട്ട് വെച്ച ശേഷം ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ടയും 1 ഏലക്കായും പിന്നെ 3 ഗ്രാമ്പും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 4-5 വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ചതച്ചെടുത്തായാലും മതി. പിന്നെ 1 ടീസ്പൂണോളം ഇഞ്ചിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയൊക്കെ ഒരു മണമൊക്കെ ഒന്ന് മാറി വരുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി 2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. കാശ്മീരി മുളക് പൊടിയല്ല, നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത്. പിന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടെ ചേർക്കാം. ബീഫിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടെ ഇപ്പോൾ തന്നെ ചേർത്ത് കൊടുക്കാം. നമ്മൾ പൊടികളെല്ലാം ചേർക്കുന്നതിന് മുന്നായിട്ട് തീ നന്നായിട്ട് കുറച്ച് വെക്കണം. തീ കുറച്ച് വെച്ചിട്ട് പൊടികളെല്ലാം ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ പൊടികളെല്ലാം ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ക്ലീനാക്കി വെച്ചിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ബീഫ് ഇതിലുള്ള മസാലകളുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാലയെല്ലാം ബീഫിൻ്റെ എല്ലാ പീസിലും നന്നായിട്ട് പൊതിഞ്ഞിരിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ മസാലയെല്ലാം ബീഫിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബീഫ് വേവിച്ചെടുക്കാം. അപ്പോൾ ബീഫിൽ നിന്ന് ചെറുതായിട്ടൊന്ന് വെള്ളം ഇറങ്ങി വരുന്നവരെ ഞാൻ ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 4-5 മിനിറ്റ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ബീഫിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ വെള്ളം ഇറങ്ങി വന്ന ശേഷം നമുക്ക് കുക്കർ മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ബീഫിൽ നിന്നെല്ലാം നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഈ ബീഫ് ഇപ്പോൾ 7 വിസിലുകൊണ്ട് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ ബീഫിനും ഒരേ വേവാവില്ല. ചിലത് പെട്ടെന്ന് വെന്ത് കിട്ടും, ചിലത് കുറച്ച് സമയം വേണ്ടി വരും വെന്ത് വരാൻ. അപ്പോൾ ഒരു 5-6 വിസിൽ വന്ന ശേഷം തീ ഓഫ് ചെയ്ത് നോക്കിയിട്ട് വെന്തിട്ടില്ലെങ്കിൽ പിന്നെ അതിനനുസരിച്ച് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്ക് ഈ ബീഫ് മാറ്റി വെച്ചിട്ട് ഇതിലേക്ക് വേണ്ട മസാല തയ്യാറാക്കാം. അപ്പോൾ ഞാനൊരു കടായി ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. നല്ലൊരു നാടൻ ടേസ്റ്റാണ് ഇതിന്, അതുകൊണ്ട് നമ്മൾ വെളിച്ചെണ്ണയിൽ ചെയ്യാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്ന ശേഷം ഞാൻ ഇതിലേക്ക് ഒരു 1/4 കപ്പോളം ചെറിയുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 പച്ചമുളക് കട്ട് ചെയ്തതും ചേർത്തിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, പിന്നെ 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മുരിച്ചെടുക്കണ്ട, നന്നായിട്ടൊന്ന് വഴന്ന് വന്നാൽ മതി. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി. അപ്പോൾ സാധാരണ എരിവുള്ള മുളക് പൊടിയാണ് എടുക്കുന്നതെങ്കിൽ നമ്മളൊരു എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 3 വലിയ തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തക്കാളിയാണ് നമ്മൾ ഇതിൽ കൂടുതലായിട്ട് ചേർക്കുന്നത്, സവാളയൊന്നും ചേർത്തിട്ടില്ല. കുറച്ച് ചെറിയുള്ളിയാണ് ചേർത്തിട്ടുള്ളത്. ഇനി ചെറിയുള്ളി കിട്ടാത്തവർക്ക് വേണമെങ്കിൽ അതിന് പകരം കുറച്ച് സവാള ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ തക്കാളി നന്നായിട്ടൊന്ന് വേവിച്ച് ഉടച്ചെടുക്കണം. അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. തീ കുറച്ചിട്ട് ഒരു 5 മിനിറ്റൊക്കെ വെച്ച് കൊടുത്താൽ മതി. അപ്പോഴേക്ക് തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞ് വരും. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഉടയാത്ത പീസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചുള്ള ബീഫ് ചേർത്ത് കൊടുക്കാം. ഇതിലിപ്പോൾ അധികം വെള്ളമൊന്നുമില്ല, വെള്ളം ഉണ്ടെങ്കിൽ ആ വെള്ളത്തോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. നമുക്കിത് എത്രത്തോളം വറ്റിച്ചെടുക്കാൻ പറ്റുന്നുണ്ടോ അത്രയും വറ്റിച്ചെടുക്കാം. ഗ്രേവി ആയിട്ട് ഇരിക്കുന്നതിനേക്കാളും ടേസ്റ്റാണിത് വറ്റി വരുമ്പോൾ. നന്നായിട്ട് വറ്റി വരുമ്പോൾ സൈഡിലൊക്കെ എണ്ണ തെളിഞ്ഞ് നല്ലൊരു ചുവപ്പ് കളറായി വരും. ഇപ്പോൾ ഇത് നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ തീ ഓഫ് ചെയ്തിട്ട് ഇത് കുറച്ച് സമയം ഇരുന്ന് കഴിയുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് ഡ്രൈ ആവും. അപ്പോൾ ഇത്രയൊന്ന് വറ്റി വന്നാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുരുമുളക് പൊടി ചേർക്കുന്നതിന് മുന്നായിട്ട് ഇതിൻ്റെ എരിവൊന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് നമുക്കൊരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം.
പിന്നെ 2 പച്ചമുളകും കൂടെ ചേർത്തിട്ടുണ്ട്. എരിവ് കൂടുതലുണ്ടെങ്കിൽ പച്ചമുളക് കട്ട് ചെയ്യാതെ ചേർത്താലും മതി. പച്ചമുളക് ഇതുപോലെ ലാസ്റ്റ് കുറച്ച് ചേർത്ത് കൊടുത്താൽ അത് ഇതിൽ കിടന്ന് ചെറുതായി ഒന്ന് വാടി വരുമ്പോൾ ഇതിന് പ്രത്യേക ഒരു ടേസ്റ്റും നല്ലൊരു മണമാണ്. ഇതിൻ്റെ കൂടെ തന്നെ വേണമെങ്കിൽ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. കുറച്ച് സമയം ഇരുന്ന് കഴിയുമ്പോൾ ഇത് കുറച്ചും കൂടെ ഒന്ന് ഡ്രൈ ആയി വരും. നല്ല എരിവും പുളിയൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റാണ് ഈ ബീഫ് റോസ്റ്റ്. ചോറ്, നെയ്ച്ചോറ്, പൊറോട്ട, പത്തിരി, ചപ്പാത്തി എല്ലാം അതിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ ഇതുപോലെ നല്ല ഈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പികൾക്കായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.